ദിവസങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 1,00,000 മനുഷ്യരെയാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ബലമായി ഒഴിപ്പിച്ചത്. നോക്കാം, കഴിഞ്ഞ ദിവസം എവിടെയൊക്കെയാണ് പുതുതായി തീ വ്യാപിച്ചത്, പൊടുന്നനെയുണ്ടായ വ്യാപനത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിലേക്കാണ് തീ പടർന്നത്. സദേൺ കാലിഫോർണിയയിലെ തന്നെ ലോസ് ഏഞ്ചൽസിലെ നോർത്ത് ഭാഗത്താണ് പുതുതായി തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പരുക്കൻ പർവ്വതങ്ങളുള്ള ഈ ഭാഗത്ത് ഭീതിതമായ രീതിയിൽ തീ പടരുകയും അതിവേഗം വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം ഭീഷണിയായി നിന്നിരുന്ന പാലിസൈഡ്സ് ഫയറിനും ഈറ്റൺ ഫയറിനും പുറമെ ബുധനാഴ്ച പുലർച്ചെയാണ് ഹ്യൂസ് ഫയറും കൂടി പടർന്നു പിടിച്ചത്. ശക്തമായ കാറ്റും വീശിയതോടെ ഉണങ്ങിക്കിടക്കുന്ന മരങ്ങളും പുല്ലുകളും കത്തിപ്പിടിച്ച് ഹ്യൂസ് ഫയർ അതിവേഗം വ്യാപിച്ചു. ഇരുണ്ട പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ മേഘം കണക്കെ ഉയർന്നു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ലോസ് ഏഞ്ചൽസിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞതോടെ 67 km/h വേഗതയിലാണ് അവിടെ കാറ്റ് വീശിയത്. ഇത് വ്യാഴാഴ്ചയോടെ 96 km വേഗത്തിലാകുമെന്നാണ് നാഷണൽ വെതർ സർവീസിന്റെ മുന്നറിയിപ്പ്. രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാക്കുന്ന വിധത്തിൽ തീ പൂർവാധികം ശക്തിയോടെ പടരുകയാണ് എന്നർത്ഥം. പാലിസൈഡ്സ് ഈറ്റൺ ഫയറുകൾ കനത്ത നാശം വിതച്ച സ്ഥലങ്ങളിൽ നിന്നും ഏകദേശം 65 km മാറിയാണ് പുതിയ തീപിടുത്തമുണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു തടാകമുണ്ട്. കേസ്റ്റേക്ക് ലേക്ക് എന്നാണ് ആ തടാകത്തിന്റെ പേര്. ഏറെ ജനപ്രിയമേറിയ ഒരു വിനോദ സ്ഥലമാണിത്. ഈ കേസ്റ്റേക്ക് ലേക്കിനടുത്താണ് പുതിയ തീ പടർന്നു പിടിച്ചിട്ടുള്ളത്. തീ പടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഹ്യൂസ് ഫയർ അടുത്തുള്ള 32 ചതുരശ്ര കിലോമീറ്ററുകൾ കാടും പുൽമേടുകളും അടങ്ങുന്ന പ്രദേശം ചാരമാക്കി മാറ്റി. ഏകദേശം 8000 ഏക്കർ ഭൂമിയാണ് കത്തി നശിച്ചത്. ഉടനടി 31,000 മനുഷ്യരെ ആ ഭാഗത്തു നിന്നും ഒഴിപ്പിച്ചു. സമീപ പ്രദേശത്തുള്ള 23,000 സ്വദേശികളോട് ഉടനടി ഒഴിഞ്ഞുപോകാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കാലിഫോർണിയയുടെ തെക്കുവടക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക റോഡുകളിലൊന്നാണ് ഇന്റർസ്റ്റേറ്റ് 5. ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂസ് ഫയർ കുന്നുകൾക്ക് മുകളിലൂടെ പടർന്ന് മരങ്ങൾ തിങ്ങി നിറഞ്ഞ മലയിടുക്കുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതോടെ ഇന്റർസ്റ്റേറ്റ് 5 പാതയുടെ 30 മൈൽ വിസ്തീർണത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. അഗ്നിശമന സേന ഗ്രൗണ്ടിലും എയർക്രാഫ്റ്റിന്റെ സഹായത്തോടെ ആകാശത്തും തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കാട്ടുതീ ഇന്റർസ്റ്റേറ്റ് പാതയിലേക്ക് വ്യാപിക്കാതിരിക്കാനും കേസ്റ്റേക്ക് ലേക്ക് അടക്കമുള്ള പ്രദേശങ്ങൾക്ക് ഭീഷണിയാവാതിരിക്കാനുമാണ് മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സദേൺ കാലിഫോർണിയയിൽ ഇടതടവില്ലാതെ തീപിടുത്തങ്ങൾ തുടരുകയാണ്. അപകടകരമാം വിധം വീണ്ടും കാറ്റ് വീശുമെന്ന് തന്നെയാണ് നാഷണൽ വെതർ സർവീസിന്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം മറ്റൊരു വെല്ലുവിളി കൂടി നേരിടാൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുകയാണ്. ഈ ആഴ്ച അവസാനിക്കുന്നതോടെ ലോസ് ഏഞ്ചൽസിൽ മഴ ആരംഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടുകളുണ്ട്. അഗ്നിരക്ഷാസേനക്ക് മഴയുടെ സാന്നിധ്യം തീയണക്കാൻ ഗുണം ചെയ്യുമെങ്കിലും അടുത്തിടെ കത്തി നശിച്ച സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും തീപിടുത്തത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റും വന്നടിയുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളെ ലഘൂകരിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ്. നേരത്തെ തീപിടിച്ച സ്ഥലങ്ങളിൽ നിയന്ത്രണ വിധേയമായ പസഫിക് പാലിസൈഡ്സ്, അൽറ്റഡേന തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആളുകൾ മടങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും വീണ്ടും തീപിടുത്തമുണ്ടായേക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. അത്തരം സ്ഥലങ്ങളെ ഹോട്ട്സ്പോട്ടുകളാക്കി നിരീക്ഷണം തുടർന്നു വരികയാണ്. നിലവിൽ വെള്ളിയാഴ്ച വരെ ഗുരുതരമായ തീപിടുത്തം തുടരുമെന്ന് തന്നെയാണ് ഫയർ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഒരു ഭാഗത്ത് കാട്ടുതീ ഊതിപ്പെരുപ്പിച്ച് വീശിയ സാന്റ അന കാറ്റ് ഇപ്പോൾ സദേൺ കാലിഫോർണിയയിൽ ഉടനീളം വീശിക്കൊണ്ടിരിക്കുകയാണ്. തീപിടുത്തമേൽക്കാത്ത സ്ഥലങ്ങളിലേക്കും ചാരം വഹിച്ചുകൊണ്ടാണ് ഈ കാറ്റ് വീശുന്നത്. കടുത്ത അന്തരീക്ഷ മലിനീകരണ മുന്നറിയിപ്പും ലോസ് ഏഞ്ചൽസിൽ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. പുതിയ തീപിടുത്തത്തിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജനുവരി 7 മുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന പാലിസൈഡ്സ് ഈറ്റൺ ഫയറുകളിൽ ഇതുവരെ 28 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് പാലിസൈഡ്സിലാണ്. 23,448 ഏക്കറാണ് ഇവിടെ കത്തി നശിച്ചത്. ഇതിൽ ഇപ്പോൾ 68% നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 14,021 ഏക്കർ കത്തി നശിച്ച ഈറ്റൺ ഫയറിൽ 91% തീയണക്കാനായിട്ടുണ്ട്. ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂസ് ഫയർ ഈറ്റൺ ഫയറിന്റെ പകുതിയോളം മാത്രമേ വരൂ. പക്ഷേ ഇത് പുതിയ സ്ഥലത്താണ് പടർന്നത് എന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. 1,80,000 പേരെയാണ് ജനുവരി 7 മുതൽ ഇതുവരെ ഒഴിപ്പിച്ചിട്ടുള്ളത്.
തീയണഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ മടങ്ങി വരാൻ തുടങ്ങിയെങ്കിലും ഇതുവരെ കത്തിനശിച്ച വീടും സ്വത്തുക്കളും അടക്കമുള്ളവ പുനഃസ്ഥാപിക്കാൻ ഏറെ സമയമെടുക്കും. ഇത്രയും പേരെ ഒരുമിച്ച് പ്രകൃതി ദുരന്തം ബാധിച്ചതോടെ കാലിഫോർണിയയിലെ ഇൻഷുറൻസ് കമ്പനികളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വീടുകൾക്ക് പുറമെ നൂറുകണക്കിന് ബിസിനസ് സ്ഥാപനങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. $150 ബില്യൺ സാമ്പത്തിക നഷ്ടം കണക്കാക്കുന്നത്. ഇതിൽ പരിമിതമായ ഭാഗം മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുന്നുള്ളൂ. ഡാറ്റ കമ്പനിയായ കോർലോജിക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 35 മുതൽ 45 ബില്യൺ ഇൻഷുറൻസ് പരിധിയിൽ വരിക. കാലിഫോർണിയയിലെ അമേരിക്കയിലെ തന്നെ ഇൻഷുറൻസ് മാർക്കറ്റിൽ ഇത് വരുത്താനിരിക്കുന്ന നഷ്ടം ചെറുതല്ല. ഇതിനെല്ലാം പുറമെ താൽക്കാലിക വീടും കാട്ടുതീയുടെ അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ചെലവും അടക്കമുള്ള എല്ലാ തുകകളും ഇൻഷുറൻസ് കമ്പനികളുടെ ബാധ്യതയിലാണ് വരിക. ആഡംബര വീടുകൾ അടക്കമുള്ളവ കത്തിനശിച്ചതുകൊണ്ട് തന്നെ ചെലവേറിയ ക്ലെയിമുകളാണ് കമ്പനികളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇനി അങ്ങോട്ട് പ്രീമിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കമ്പനികൾ ബാധ്യസ്ഥരാകും.